ഹലോ നമസ്കാരം. PSC ഫോർസൈറ്റിൻ്റെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമുക്ക് 10th പ്രിലിമിനറി എക്സാം വരികയാണ്. അപ്പോൾ ആദ്യം നമുക്ക് SCERT പാഠഭാഗങ്ങളിലെ ജീവശാസ്ത്രത്തിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. 10th ക്ലാസ്സിലെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അറിയാനും പ്രതികരിക്കാനും എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് തുടങ്ങാം. നമ്മുടെ നാഡീവ്യവസ്ഥയെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ വിവരിക്കുന്നത്. ഫസ്റ്റത്തെ വേർഡ് നമുക്ക് നോക്കാം. ഉദ്ദീപനം എന്താണ് ഉദ്ദീപനം? അതായത് നമുക്ക് രുചി, സ്പർശം, കാഴ്ച എന്നിങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള പ്രേരണകളാണ് ഉദ്ദീപനങ്ങളെന്ന് പറയുന്നത്. ഉദ്ദീപനങ്ങൾ ശരീരത്തിൽ പുറത്തു നിന്നും ശരീരത്തിൻ്റെ അകത്തു നിന്നും നമുക്ക് ഉദ്ദീപനങ്ങൾ ഉണ്ടാക്കാം. ഈ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളും മറ്റ് ശരീര അവയവങ്ങളിലും സവിശേഷമായ കോശങ്ങളുണ്ട്. ഈ കോശങ്ങളെയാണ് നമ്മൾ ഗ്രാഹികൾ എന്ന് വിളിക്കുന്നത്. ഈ കോശങ്ങളെ നമുക്ക് ഗ്രാഹികൾ അഥവാ റിസപ്റ്റേഴ്സ് എന്ന് വിളിക്കാം. ഈ റിസപ്റ്റേഴ്സ് എന്താണ് ചെയ്യുക? ഈ കിട്ടുന്ന സന്ദേശങ്ങളെ, അതായത് ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് സന്ദേശങ്ങളാക്കി മാറ്റുന്നു. ഈ സന്ദേശങ്ങളെ നേരെ തലച്ചോറിലേക്ക് അയച്ചിട്ട് തലച്ചോറ് അതിനു വേണ്ട പ്രതികരണങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നാഡീവ്യവസ്ഥയുടെ ഫോട്ടോയാണ് ഈ കാണുന്നത്. നമുക്ക് നോക്കാം. നാഡീവ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് മസ്തിഷ്കം, സുഷുമ്ന, നാഡികൾ. നമ്മുടെ ശരീരത്തിലെ നാഡീവ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് മസ്തിഷ്കം, സുഷുമ്ന, നാഡികൾ. അപ്പോൾ നാഡീവ്യവസ്ഥയിൽ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി. മസ്തിഷ്കം, സുഷുമ്ന, നാഡികൾ. ഇനി നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് എന്ത്? നാഡീകോശം അഥവാ ന്യൂറോൺ. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് നാഡീകോശം അഥവാ ന്യൂറോൺ. നാഡീകോശത്തിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, ഷ്വാൻ കോശം, ആക്സോണേറ്റ്, ആക്സോൺ, സിനാപ്റ്റിക് നോഡ്. അപ്പോൾ ഓരോ ഭാഗങ്ങളും അതിൻ്റെ ഫങ്ഷനുകളും നോക്കാം. ന്യൂറോണിൻ്റെ ഓരോ ഭാഗങ്ങളും അതിൻ്റെ ഫങ്ഷനുകളും എന്തൊക്കെയാണ് അത് ചെയ്യുന്നതെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഡെൻഡ്രൈറ്റ് നോക്കാം. ഡെൻഡ്രൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെൻഡ്രോണിൻ്റെ ശാഖകളാണ് ഡെൻഡ്രൈറ്റുകൾ. ഇത് എന്താ ചെയ്യുന്നത്? തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രൈറ്റ്. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രൈറ്റുകൾ. ഇനി ഡെൻഡ്രോൺ. കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവാണ് ഡെൻഡ്രോൺ. ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശ ശരീരത്തിലേക്ക് എത്തിക്കുന്നു. ഡെൻഡ്രോൺ എന്താ ചെയ്യുന്നത്? ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശ ശരീരത്തിൽ എത്തിക്കുന്നു. അടുത്തത് ഷ്വാൻ കോശമാണ്. ആക്സോണിനെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന കോശങ്ങളാണ് ഷ്വാൻ കോശങ്ങൾ. അടുത്ത ഭാഗം നമുക്ക് നോക്കാം. ആക്സോൺ കോശ ശരീരത്തിൽ നിന്നുമുള്ള നീളം കൂടിയ തന്തുവാണ് ആക്സോൺ. കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് ആക്സോൺ. കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് വഹിക്കുന്നു. കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് വഹിക്കുന്നു. ആക്സോണേറ്റ്. ആക്സോണിൻ്റെ ശാഖകളാണ് ആക്സോണേറ്റ്. ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിലേക്ക് എത്തിക്കുന്നു. ഇനി സിനാപ്റ്റിക് നോബ്. ആക്സോണേറ്റിൻ്റെ അഗ്രഭാഗമാണ് സിനാപ്റ്റിക് നോബ്. ഈ സിനാപ്റ്റിക് നോബ് എന്താണ് ചെയ്യുന്നത്? നാഡീയ പ്രേക്ഷകങ്ങളെ ശ്രവിക്കുന്ന ഭാഗമാണ് സിനാപ്റ്റിക് നോബ്. ഒരു കൂട്ടം ആക്സോണുകൾ ചേർന്നാണ് നാഡികൾ ഉണ്ടാകുന്നത്. ഈ ആക്സോണുകളെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഒരു കൊഴുപ്പടങ്ങിയ ആവരണമാണ് മൈലൻ ഷീത്ത്. ഈ മൈലൻ ഷീത്ത് ഉണ്ടാകുന്നത് ഷ്വാൻ കോശങ്ങളിൽ നിന്നാണ്. അതുപോലെ മസ്തിഷ്കത്തിലെ സുഷുമ്നയിലെ മൈലൻ ഷീത്ത് ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്ന പ്രത്യേക കോശങ്ങളിൽ നിന്നാണ് നിർമ്മിക്കപ്പെടുന്നത്. മൈലൻ ഷീത്തിൻ്റെ നിറം തിളക്കമുള്ള വെള്ള നിറമാണ് മൈലൻ ഷീത്തിൻ്റെ നിറം. അപ്പോൾ മൈലൻ ഷീത്ത് ഉള്ള നാഡീകോശങ്ങളുള്ള ഭാഗങ്ങൾ വൈറ്റ് മാറ്റർ എന്നും മൈലൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഗ്രേ മാറ്റർ എന്നും അറിയപ്പെടുന്നു. അടുത്തത് നമുക്ക് മൈലൻ ഷീത്തിൻ്റെ ധർമ്മങ്ങൾ നോക്കാം. ആക്സോണിന് പോഷകം നൽകുന്നു. പോഷകങ്ങളും ഓക്സിജൻ തുടങ്ങിയവ നൽകുന്നു. ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, വൈദ്യുത ഇൻസുലേറ്ററായി വർത്തിക്കുക,
ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുക. ഇവയൊക്കെയാണ് മൈലൻഷ്യത്തിൻ്റെ ധർമ്മങ്ങൾ. ഇനി ഒളിഗോ ഡെൻഡ്രോസൈറ്റുകളും ഷോൺ കോശങ്ങളും കൊടുത്തിരിക്കുന്ന ഒരു കോളാണത്. നാഡീകോശങ്ങൾക്ക് സംരക്ഷണം നൽകുന്നവയാണ് ഒളിഗോ ഡെൻഡ്രോസൈറ്റുകളും ഷോൺ കോശങ്ങളും. ഒരു ഒളിഗോ ഡെൻഡ്രോസൈറ്റ് ഒരേ സമയം പല ആക്സോണുകളെ പൊതിഞ്ഞോ ഒരു ആക്സോണിൻ്റെ വിവിധ ഭാഗങ്ങളെ പലതവണ പൊതിഞ്ഞോ മൈലൻഷ്യത്ത് നിർമ്മിക്കുന്നു. നാഡികളിലെ ആക്സോണുകളിൽ ഷോൺ കോശങ്ങളാൽ നിർമ്മിതമായ മൈലൻഷ്യത്ത് കാണപ്പെടുന്നു. ഒരു ഷോൺ കോശം ആക്സോണിനെ ആവർത്തിച്ച് വലയം ചെയ്യുന്നു. അടുത്തതായി നമുക്ക് സന്ദേശങ്ങളുടെ രൂപപ്പെടലും പ്രേഷണവും എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സന്ദേശങ്ങൾ എങ്ങനെയായിരിക്കും പാസ് ചെയ്യുന്നത്? ഓരോ സന്ദേശങ്ങളും വൈദ്യുത പ്രവാഹമായാണ് ശരീരത്തിലൂടെ കടന്നു പോകുന്നത്. വൈദ്യുത പ്രവാഹമായാണ് ശരീരത്തിലൂടെ സന്ദേശങ്ങൾ പോകുന്നത്. ഒരു നാഡീകോശത്തിൻ്റെ കോശസ്തരത്തിനകത്ത് നെഗറ്റീവ് ചാർജും പുറത്ത് പോസിറ്റീവ് ചാർജായാണ് നിലനിൽക്കുന്നത്. ഇനി എന്തെങ്കിലും ഉദ്ദീപനം ഉണ്ടാകുമ്പോൾ ആ ഭാഗത്തെ അയോണുകളുടെ വിന്യാസത്തിൽ വ്യത്യാസം വരികയാണ്. അപ്പോൾ കോശത്തിന് അകത്ത് പോസിറ്റീവ് ചാർജും പുറത്ത് നെഗറ്റീവ് ചാർജായി മാറുന്നു. ഈ ചാർജ് വ്യതിയാനം തൊട്ടടുത്ത ഭാഗത്തെ ഉത്തേജിപ്പിച്ച് സമാന രീതിയിൽ ചാർജ് വ്യത്യാസം ഉണ്ടാക്കുന്നു. ഈ പ്രക്രിയ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു വൈദ്യുത പ്രവാഹമായിട്ട് സന്ദേശങ്ങൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദേശങ്ങൾ ഒരു ന്യൂറോണിൽ നിന്ന് മറ്റു ന്യൂറോണിലേക്കും ബന്ധപ്പെട്ട കോശങ്ങളിലേക്കും പോകേണ്ടതുണ്ട്. ഇത് മസ്തിഷ്കത്തിലെത്തി മസ്തിഷ്കം ഈ ആവേഗങ്ങളെ വിശകലനം ചെയ്ത് അതിനു വേണ്ട പ്രതികരണങ്ങൾ എന്താണെന്ന് നിർദ്ദേശിക്കുന്നു. അതിനുവേണ്ട പ്രതികരണങ്ങൾ നമ്മുടെ ശരീരം ചെയ്യുകയും ചെയ്യുന്നു. അടുത്തത് വരുന്നത് ആണ് സിനാപ്സ്. എന്താണ് സിനാപ്സ്? രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ ഒരു നാഡീകോശവും ഒരു പേശീകോശവും തമ്മിലോ അല്ലെങ്കിൽ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗത്തെയാണ് സിനാപ്സ് എന്ന് പറയുന്നത്. അതായത് രണ്ട് നാഡീകോശങ്ങൾ തമ്മിലുള്ള ബന്ധപ്പെടുന്ന സ്ഥലത്തെയോ അല്ലെങ്കിൽ ഒരു നാഡീകോശവും ഒരു ഗ്രന്ഥികോശമോ ഒരു നാഡീകോശവും ഒരു പേശീകോശവും തമ്മിൽ ബന്ധപ്പെടുന്ന ഭാഗത്തെയാണ് സിനാപ്സ് എന്ന് പറയുന്നത്. ആക്സോണിൽ നിന്ന് വൈദ്യുത ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുന്നതോടുകൂടി സിനാപ്റ്റിക് നോബ് എന്ത് ചെയ്യും? കുറച്ച് രാസവസ്തുക്കളെ ഈ സിനാപ്സിലേക്ക് പുറപ്പെടുവിക്കും. ഈ രാസവസ്തുക്കളെ നമുക്ക് എന്ത് വിളിക്കാം? നാഡീയ പ്രേഷകങ്ങൾ അഥവാ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് വിളിക്കാം. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് തൊട്ടടുത്തുള്ള കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. അതായത് ന്യൂറോൺ ആണെങ്കിൽ ആ ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിനെ ഉത്തേജിപ്പിച്ച് ആ ന്യൂറോണിൽ പുതിയ ആവേഗങ്ങളെ സൃഷ്ടിക്കുന്നു. അല്ലെങ്കിൽ തൊട്ടടുത്ത് മറ്റ് പേശീകോശങ്ങളോ ഗ്രന്ഥികോശങ്ങളാണോ എങ്കിൽ ആ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ഇതിങ്ങനെ തുടർന്ന് അവസാനം മസ്തിഷ്കത്തിൽ എത്തിച്ചേരുന്നു. സാധാരണയായി സിനാപ്റ്റിക് നോബ് പുറപ്പെടുവിക്കുന്ന നാഡീയ പ്രേഷകങ്ങളാണ് അസറ്റൈൽ കോളിനും ഡോപ്പമിനും. അപ്പോൾ സിനാപ്സിൻ്റെ ധർമ്മങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദ്ദീപനങ്ങളെ ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുന്നതാണ് സിനാപ്സിൻ്റെ ധർമ്മം. അടുത്തത് നമുക്ക് നാഡികൾ, വിവിധ തരം നാഡീകോശങ്ങളെക്കുറിച്ച് പഠിക്കാം. സന്ദേശങ്ങളുടെ ദിശയ്ക്ക് അനുസരിച്ച് നാഡീകോശങ്ങളെ രണ്ടായി തരംതിരിക്കാം. സംവേദ നാഡീകോശങ്ങളും പ്രേരക നാഡീകോശവും. ഇതിൽ സംവേദ നാഡീകോശങ്ങൾ സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും വഹിക്കുന്നു. സംവേദ നാഡീകോശങ്ങൾ സന്ദേശങ്ങളെ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും വഹിക്കുന്നു. ഇനി മസ്തിഷ്കത്തിൽ നിന്ന് സുഷുമ്നയിൽ നിന്നും സന്ദേശങ്ങളെ വിവിധ അവയവങ്ങളിലേക്ക് എത്തിക്കുന്നത് ഏത് നാഡീകോശങ്ങളായിരിക്കും? പ്രേരക നാഡീകോശങ്ങൾ. നാഡികളെ അവയുടെ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നായി തരംതിരിച്ചിരിക്കുകയാണ്. സംവേദ നാഡീകോശം, പ്രേരക നാഡീകോശം, സമ്മിശ്ര നാഡീകോശം. സംവേദ നാഡീകോശം ശരീരത്തിൻ്റെ ഭാഗത്തു നിന്ന് സന്ദേശങ്ങളെ മസ്തിഷ്കത്തിലേക്ക് സുഷുമ്നയിലേക്കും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് മസ്തിഷ്കത്തിലേക്ക് സുഷുമ്നയിലേക്കും വഹിക്കുന്നതാണ് സംവേദ നാഡീകോശങ്ങൾ. പ്രേരക നാഡീകോശങ്ങൾ അതേപോലെ തന്നെ മസ്തിഷ്കത്തിൽ നിന്ന് സുഷുമ്നയിൽ നിന്ന് വിവിധ ശരീരഭാഗങ്ങളിലേക്ക് വഹിക്കുന്നു. സമ്മിശ്ര നാഡീകോശത്തിൽ തലച്ചോറിലേക്ക് സുഷുമ്നയിലേക്കും അവിടെ നിന്ന് തിരിച്ചുമുള്ള സന്ദേശങ്ങളും വഹിക്കുന്ന നാഡീകോശങ്ങളാണ് സമ്മിശ്ര നാഡി.
അടുത്തതായിട്ട് നമുക്ക് നാഡീവ്യവസ്ഥയിലേക്ക് കടക്കാം. നാഡീവ്യവസ്ഥയിൽ പ്രധാന നാഡീവ്യവസ്ഥയും കേന്ദ്ര നാഡീവ്യവസ്ഥയും പെരിഫറൽ നാഡീവ്യവസ്ഥയും. കേന്ദ്ര നാഡീവ്യവസ്ഥയിലത്തെ ഭാഗങ്ങൾ നോക്കാം. മസ്തിഷ്കവും സുഷുമ്നയുമാണ് കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങൾ. ഇനി പെരിഫറൽ നാഡീവ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ശിരോനാഡികളും സുഷുമ്ന നാഡികളും. ശിരോനാഡികൾ 12 ജോഡി ശിരോനാഡികളാണ് ഉള്ളത്. സുഷുമ്ന നാഡികൾ 31 ജോഡികളും. കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗമായ മസ്തിഷ്കമാണ് അടുത്ത ഭാഗം. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് പറയുന്നത് തന്നെ മസ്തിഷ്കമാണ്. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം. മസ്തിഷ്കത്തിനെ സംരക്ഷിക്കുന്നതാണ് തലയോട്ടി. പിന്നെ ബ്രെയിനിനെ നമ്മൾ ആവരണം ചെയ്തിട്ടുള്ള 3 പാളികളുള്ള ഒരു ആവരണമാണ് മെനിഞ്ചസ്. 3 പാളികളുള്ള 3 ലെയറുകളുള്ളൊരു ആവരണമാണ് മെനിഞ്ചസ് എന്ന് വിളിക്കുന്നത്. മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്ക് ഇടയിലും മസ്തിഷ്ക അറകളിലും നിറഞ്ഞിരിക്കുന്ന ഒരു ഫ്ലൂയിഡാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. ഇത് രക്തത്തിൽ നിന്ന് രൂപപ്പെടുകയും തിരികെ രക്തത്തിലേക്ക് തന്നെ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുക, മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക, മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക തുടങ്ങിയവയാണ് സെറിബ്രോസ്പൈനൽ ദ്രവത്തിൻ്റെ ധർമ്മങ്ങൾ. അടുത്തതായിട്ട് പഠിക്കുന്നത് മസ്തിഷ്കത്തിൻ്റെ വിവിധ ഭാഗങ്ങളാണ്. മസ്തിഷ്കത്തിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലോങ്കേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ്. സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലോങ്കേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ്. സെറിബ്രം തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ധാരാളം ചുളിവുകളും മടക്കുകളും ഒക്കെ കാണുന്ന ഭാഗമാണ് സെറിബ്രം. സെറിബ്രത്തിൻ്റെ ചാര നിറമുള്ള പുറം ഭാഗത്തെ കോർട്ടെക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല്ല എന്ന് പറയുന്നു. ചാര നിറമുള്ള പുറം ഭാഗത്തെ കോർട്ടെക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല്ല എന്നും വിളിക്കുന്നു. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം ഏതാണ്? സെറിബ്രം. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് സെറിബ്രം. ഇന്ദ്രിയ അനുഭൂതികളൊക്കെ ഉണ്ടാകുന്നത് സെറിബ്രത്തിലാണ്. ഇന്ദ്രിയ ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ഇന്ദ്രിയ അനുഭവങ്ങൾ ഉണ്ടാകുന്നതും ഉളവാക്കുന്നതും സെറിബ്രത്തിലാണ്. അടുത്തതാണ് സെറിബെല്ലം. മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. സെറിബ്രത്തിന് താഴെയായിട്ടാണ്, ഏകദേശം മസ്തിഷ്കത്തിൻ്റെ സെറിബ്രത്തിൻ്റെ താഴെയായിട്ടാണ് സെറിബെല്ലം കാണപ്പെടുന്നത്. 2 ദളങ്ങളായിട്ട് കാണപ്പെടുന്ന ഈ ഭാഗമാണ് സെറിബെല്ലം. സെറിബ്രത്തിന് പിന്നിൽ, സെറിബ്രത്തിന് താഴെയായി 2 ദളങ്ങളായി കാണപ്പെടുന്ന ഭാഗമാണ് സെറിബെല്ലം. ചുളിവുകളും ചാലുകളും ഒക്കെ സെറിബെല്ലത്തിൽ കാണപ്പെടുന്നുണ്ട്. ശരീരത്തിൻ്റെ തുലനനില നിലനിർത്തുക, പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക എന്നിവയാണ് സെറിബെല്ലത്തിൻ്റെ പ്രധാന ഫംഗ്ഷനുകൾ. ശരീരത്തിൻ്റെ തുലനനില നിലനിർത്തുക, പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക. അടുത്ത ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. അടുത്ത ഭാഗമാണ് തലാമസ്. സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്ന ഭാഗമാണ് തലാമസ്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്നു. അടുത്തത് ഹൈപ്പോതലാമസ്. തലാമസിന് തൊട്ട് താഴെ കാണുന്ന ഭാഗം ആന്തര സമസ്ഥിതി പരിപാലനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു. അടുത്തതായിട്ട് നോക്കേണ്ടതാണ് സുഷുമ്ന. മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ തുടർച്ചയാണ് സുഷുമ്ന. സുഷുമ്നയ്ക്ക് സംരക്ഷണം നൽകുന്നതാണ് നട്ടെല്ല്. തലച്ചോറിനെ പോലെ തന്നെ മെനിഞ്ചസ് കൊണ്ട് ഇതും ആവരണം ചെയ്തിട്ടുണ്ട്. സുഷുമ്നയുടെ ഒരു ക്രോസ് സെക്ഷൻ വ്യൂ ആണ് ഈ ചിത്രത്തിൽ കാണുന്നത്. സുഷുമ്നയുടെ ഏറ്റവും സെൻട്രലായി കാണപ്പെടുന്ന ഭാഗമാണ് സെൻട്രൽ കനാൽ. ഈ സെൻട്രൽ കനാലിലാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്
ഫിൽ ചെയ്തിരിക്കുന്നത്. സുഷുമ്നയുടെ ബാഹ്യഭാഗം വൈറ്റ് മാറ്ററും ഉള്ളിൽ ഗ്രേ മാറ്ററുമാണ്. സുഷുമ്നയിൽ നിന്ന് 31 ജോഡി നാഡികളാണ് പുറപ്പെടുന്നത്. ഓരോ സുഷുമ്ന നാഡിയും ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട് എന്നിവ ചേർന്നാണ് ഉണ്ടാകുന്നത്. ഇതിൽ സംവേദ ആവേഗങ്ങൾ ഡോർസൽ റൂട്ടിലൂടെ സുഷുമ്നയിലേക്കും പ്രേരക ആവേഗങ്ങൾ വെൻട്രൽ റൂട്ടിലൂടെ പുറത്തേക്കും പ്രവഹിക്കുന്നു. ഇതിൽ സംവേദ ആവേഗങ്ങൾ ഡോർസൽ റൂട്ടിലൂടെ സുഷുമ്നയിലേക്കും പ്രേരക ആവേഗങ്ങൾ വെൻട്രൽ റൂട്ടിലൂടെ പുറത്തേക്കും പ്രവഹിക്കുന്നു. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങൾ മസ്തിഷ്കത്തിലേക്കും തിരിച്ചും പ്രേഷണം ചെയ്യുന്നതും നടത്തം, ഓട്ടം എന്നീ പ്രവർത്തനങ്ങളിലെ ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നതും സുഷുമ്നയാണ്. നവജാത ശിശുവിൻ്റെ സുഷുമ്ന നട്ടെല്ലിൻ്റെ താഴെ അഗ്രം വരെ നീണ്ടുകിടക്കുന്നു. എന്നാൽ മുതിർന്നവരുടേത് നട്ടെല്ലിൻ്റെ മധ്യഭാഗം വരെ മാത്രമേ ഉള്ളൂ. കാരണം നട്ടെല്ല് വളരുന്നതിനനുസൃതമായി സുഷുമ്ന വളരുന്നില്ല. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിഫ്ലെക്സ് ആക്ഷനുകളാണ്. നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ചല്ലാണ്ട് നമ്മുടെ ശരീരം പെട്ടെന്ന് കണ്ട് പേടിക്കുമ്പോഴോ കൈ പൊള്ളുമ്പോഴോ ഒക്കെ നമ്മൾ കൈ പെട്ടെന്ന് വലിക്കും. അങ്ങനെയുള്ള പെട്ടെന്ന് നമ്മൾക്ക് ചിന്തിക്കാനുള്ള ടൈം എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ശരീരം ചിലതിന് പ്രതികരിക്കും. അങ്ങനെയുള്ള പ്രതികരണങ്ങളാണ് റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾ. അതായത് നമ്മളുടെ ഇച്ഛാനുസരണമല്ലാതെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾ. റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് നോക്കാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം കൈ പൊള്ളുന്നത്. അപ്പോൾ കൈയിൽ നമ്മൾക്ക് കൈയുടെ അറ്റത്ത് റിസപ്റ്റേഴ്സ് ഉണ്ടാകും. അതായത് ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാനായിട്ട് റിസപ്റ്റേഴ്സ് ഉണ്ടാകും. ഈ റിസപ്റ്റേഴ്സ് എന്താണ് ചെയ്യുക? കിട്ടിയ ഉദ്ദീപനത്തിന് അനുസരിച്ച് ആവേഗങ്ങളെ രൂപപ്പെടുത്തുന്നു. ഈ ആവേഗങ്ങളെ സംവേദ നാഡികൾ ഈ ആവേഗങ്ങളെ സുഷുമ്നയിലേക്ക് എത്തിക്കുന്നു. സുഷുമ്നയിലേക്ക് എത്തിക്കുന്നത് സംവേദനാഡിയെയും സംവേദനാഡിയെയും പ്രേരകനാഡിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശമാണ് ഇൻ്റർന്യൂറോൺ. സംവേദ ആവേഗങ്ങൾക്കനുസൃതമായി വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നത് ഇൻ്റർന്യൂറോൺ ആണ്. സംവേദ നാഡി ആവേഗങ്ങൾക്കനുസൃതമായി വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നത് ഇൻ്റർന്യൂറോൺ ആണ്. പ്രേരക നാഡി വഴി സുഷുമ്നയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ പേശിയിലേക്ക് പോകുന്നു. പേശി പ്രവർത്തനത്താൽ നമ്മൾ പിൻവലിക്കുന്നു. ഇതാണ് തീപ്പൊള്ളലേൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന റിഫ്ലെക്സ് ആക്ഷൻ നടക്കുന്ന ആ വഴിയാണ് ഇത്. ഈ റിഫ്ലെക്സ് പ്രവർത്തനങ്ങളിലെ ആവേഗങ്ങളുടെ സഞ്ചാരത്തിനെ നമുക്ക് എന്ത് വിളിക്കാം? റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയാം. ഈ ആവേഗങ്ങളുടെ സഞ്ചാരപാതയാണ് റിഫ്ലെക്സ് ആർക്ക്. ഈ റിഫ്ലെക്സ് ആക്ഷനുകൾ പ്രധാനമായും സുഷുമ്നയാണ് കേന്ദ്രമായി വർത്തിക്കുന്നത്. റിഫ്ലെക്സ് പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായി വർത്തിക്കുന്നത് പ്രധാനമായും സുഷുമ്നയാണ്. ഇത്തരം റിഫ്ലെക്സുകളാണ് സ്പൈനൽ റിഫ്ലെക്സുകൾ എന്നറിയപ്പെടുന്നത്. എന്നാൽ എല്ലാ റിഫ്ലെക്സുകളും സുഷുമ്നയുടെ നിയന്ത്രണത്തിലല്ല. സെറിബ്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള റിഫ്ലെക്സ് ആക്ഷനുകളെ സെറിബ്രൽ റിഫ്ലെക്സ് എന്ന് പറയുന്നു. സെറിബ്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള റിഫ്ലെക്സ് ആർക്കുകളെ സെറിബ്രൽ റിഫ്ലെക്സുകൾ എന്ന് പറയുന്നു. അടുത്തത് നമുക്ക് മദ്യപിച്ച് വാഹനം ഓടിക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണം നമുക്ക് നോക്കാം. മദ്യവും റിഫ്ലെക്സ് ആക്ഷനും തമ്മിലുള്ള ബന്ധം. അതായത് മദ്യം മസ്തിഷ്കത്തിലെ ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു. എന്തിനെയാണ് ത്വരിതപ്പെടുത്തുന്നത്? മദ്യം മസ്തിഷ്കത്തിലെ ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡിൻ്റെ നാഡീയ പ്രേഷകത്തിൻ്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു. മസ്തിഷ്ക പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുന്ന ഈ നാഡീയ പ്രേഷകത്തിൻ്റെ ഉയർന്ന അളവ് റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾ മന്ദീഭവിപ്പിക്കുന്നതിനും ഉചിതമായ തീരുമാനങ്ങൾ ഉചിത സമയത്ത് കൈക്കൊള്ളുന്നതിനും തടസ്സമാകുന്നു. ഇതാണ് മദ്യപിച്ച് വാഹനം ഓടിക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണം. അടുത്തതായിട്ട് നമുക്ക് നോക്കാം സ്വതന്ത്ര നാഡീ വ്യവസ്ഥ. സ്വതന്ത്ര നാഡീ വ്യവസ്ഥ എന്നുള്ളത് നമ്മുടെ പെരിഫറൽ നാഡീ വ്യവസ്ഥയുടെ ഭാഗമാണ്. സ്വതന്ത്ര നാഡീ വ്യവസ്ഥ നമ്മുടെ ബോധതലത്തിന് വെളിയിൽ നടക്കുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന പെരിഫറൽ നാഡീ വ്യവസ്ഥയുടെ ഒരു ഭാഗമാണ് സ്വതന്ത്ര നാഡീ വ്യവസ്ഥ. സ്വതന്ത്ര നാഡീ വ്യവസ്ഥയിൽ 2 നാഡീവ്യവസ്ഥയാണുള്ളത്. പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും സിമ്പതറ്റിക് വ്യവസ്ഥയും. പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും സിമ്പതറ്റിക് വ്യവസ്ഥയും.
അതായത് നമ്മുടെ ഒരു അടിയന്തര സാഹചര്യം, അതായത് പെട്ടെന്ന് പേടിക്ക് അത് അങ്ങനെയുള്ള അടിയന്തരമായ സാഹചര്യത്തിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പ്രതികരണവും പിന്നെ നമ്മുടെ ശരീരം നോർമൽ സ്ഥിതിയിലേക്ക് വരുന്നതുമായ അവസ്ഥയെ കൺട്രോൾ ചെയ്യുന്ന ഭാഗമാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ. പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് നോക്കാം. അതായത് നമ്മൾ പെട്ടെന്നൊരു നായനെ കാണുകയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടാകുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റം, നമ്മൾ കണ്ണിലെ പ്യൂപ്പിൾ അതായത് കൃഷ്ണമണി വികസിക്കുന്നു, ഉമിനീർ ഉൽപ്പാദനം കുറയുന്നു. നമുക്ക് ചിന്തിക്കാം, നമ്മൾ പെട്ടെന്ന് പേടിക്കുമ്പോൾ നമ്മൾ വായിൽ വെള്ളം വറ്റുന്നു, നമുക്ക് ഊഹിക്കാം. ഉമിനീർ ഉൽപ്പാദനം കുറയുന്നു, ശ്വാസനാളം വികസിക്കുന്നു, ഹൃദയമിടിപ്പ് സ്വാഭാവികമായും നമ്മളെ ഹൃദയമിടിപ്പ് കൂടുന്നു, ആമാശയ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നു, ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നു, കുടലിലെ പെരിസ്റ്റാൾസിസ് മന്ദീഭവിക്കുന്നു, ഹോർമോൺ ഉൽപ്പാദനം കൂടുന്നു, മൂത്രാശയം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ശരീരം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിപ്പെടണം. അതാണ് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ സംഭവിക്കുന്നത്. കണ്ണിലെ പ്യൂപ്പിൾ ചുരുങ്ങുന്നു, ഉമിനീർ ഉൽപ്പാദനം കൂടുന്നു, ശ്വാസനാളം സങ്കോചിക്കുന്നു, ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാകുന്നു, ആമാശയ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാകുന്നു, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു, ഹോർമോൺ ഉൽപ്പാദനം കുറയുന്നു, കുടലിലെ പെരിസ്റ്റാൾസിസ് സാധാരണ നിലയിലാകുന്നു, മൂത്രാശയം ചുരുങ്ങുന്നു. ഇതൊക്കെയാണ് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ സംഭവിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് നാഡീവ്യവസ്ഥകൾക്ക് ബാധിക്കുന്ന തകരാറുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അസുഖങ്ങൾ, അൽഷിമേഴ്സ്, പാർക്കിൻസൺ, അപസ്മാരം എന്നിവയൊക്കെ നമ്മുടെ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അസുഖങ്ങളാണ്. അൽഷിമേഴ്സിന് കാരണം മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ ആലയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു. ഇത് ന്യൂറോണുകൾ നശിക്കുന്നതിന് കാരണമാകുകയാണ്. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ ആലയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു, ന്യൂറോണുകൾ നശിക്കുന്നു. ഇതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് കേവല ഓർമ്മകൾ പോലും ഇല്ലാതാവുക, കൂട്ടുകാരെയും ബന്ധുക്കളെയും തിരിച്ചറിയാൻ കഴിയാതെ വരിക, ദിനചര്യകൾ പോലും ചെയ്യാൻ കഴിയാതെ വരിക. ഇതൊക്കെയാണ് അൽഷിമേഴ്സ് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. അടുത്തതായിട്ടുള്ളതാണ് പാർക്കിൻസൺസ് രോഗം. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം ആണ് പാർക്കിൻസൺസ് രോഗത്തിൻ്റെ കാരണം. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം. ഗാംഗ്ലിയോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂറോണുകളുടെ ഒരു കൂട്ടത്തെയാണ് ഗാംഗ്ലിയോണുകൾ എന്ന് പറയുന്നത്. തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്ററായ ഡോപ്പമിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. ഇതിൻ്റെ ലക്ഷണങ്ങൾ ശരീര തുലനനില നഷ്ടപ്പെടുന്നു, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീരത്തിന് വിറയൽ, വായിൽ നിന്ന് ഉമിനീർ ഒഴുകുക എന്നിവയാണ് പാർക്കിൻസൺസ് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. അടുത്തതായിട്ട് പറയുന്നതാണ് അപസ്മാരം. തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു. ഇതിൻ്റെ ലക്ഷണങ്ങളാണ് തുടരെയുള്ള പേശി സങ്കോചം മൂലമുള്ള സന്നി, വായിൽ നിന്ന് നുരയും പതയും വരിക, പല്ല് കടിച്ചു പിടിക്കുക, തുടർന്ന് രോഗി അബോധാവസ്ഥയിലാകുക. ഇതൊക്കെയാണ് അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങളാണ് അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, അപസ്മാരം. ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ചാപ്റ്ററുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.